വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് എസ്തെറ്റിക്സ്, ക്ലാസിക്കൽ ക്രിറ്റിസിസം, കൾച്ചറൽ ഇമ്പീരിയലിസം, യൂറോസെൻട്രിസം, ലിബറൽ ഹ്യൂമനിസം എന്നീ ടോപ്പിക്കുകളാണ്. മൊഡ്യൂൾ ഫസ്റ്റ് തന്നെ ലിറ്റററി തിയറിയിൽ എസ്തെറ്റിക്സ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. എസ്തെറ്റിക്സ് എന്നുള്ളത് സ്റ്റഡി ഓഫ് ബ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ലിറ്റററി വർക്കിൽ ആർട്ടിസ്റ്റിക് ക്വാളിറ്റീസിൻ്റെ അപ്രീസിയേഷൻ കൂടിയാണ് ഈ ഒരു എസ്തെറ്റിക്സ് എന്ന് പറയുന്നുള്ളത്. ഈ ഒരു എസ്തെറ്റിക്സ് ഫോക്കസ് ചെയ്യുന്നുള്ളത് ആ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് റീഡറിന് അതിൻ്റെ സ്റ്റൈലും ഇമാജറിയും സ്ട്രക്ചറും ലാംഗ്വേജൊക്കെ എങ്ങനെയാണ് റീഡറിനും എൻഗേജ്ഡാണ് എന്നതാണ് ഈ ഒരു എസ്തെറ്റിക് ഫോക്കസ് ചെയ്യുന്നുള്ളത്. പലപ്പോഴും എസ്തെറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ളത് ഏതിനേക്കാൾ കൂടുതലായിട്ടാണ് മോറൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മെസ്സേജിനേക്കാൾ കൂടുതലായിട്ട് എസ്തെറ്റിക് എക്സ്പീരിയൻസിനാണ് പ്രിയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു എസ്തെറ്റിക്സിൽ. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു എസ്തെറ്റിക്സ് എന്നുള്ളത് ഈ ഒരു പ്രൈസുമായിട്ടാണ് ഉണ്ടാകുന്നത്. ആർട്ട് ഫോർ ആർട്സ് സേക്ക്, കല എന്നുള്ളത് കലക്ക് വേണ്ടിയിട്ട് നിമിത്തമായതാണ് എന്ന ഒരു പ്രൈസുമായിട്ടാണ് ഈ ഒരു എസ്തെറ്റിക്സ് എപ്പോഴും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ബ്യൂട്ടിയായിട്ടാണ് ഈ ഒരു എസ്തെറ്റിക് ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഈ ഒരു ടെക്സ്റ്റിൽ പ്രൈമറായിട്ട് എന്താണ് ബ്യൂട്ടിയാണ് കൊടുത്തിട്ടുണ്ടാവൽ. ബ്യൂട്ടിയും പ്ലഷറാണ് റീഡറിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവൽ. ആർട്ടിസ്റ്റിക് എലമെൻസിലൂടെ റീഡറിന് പ്ലഷറും ബ്യൂട്ടിയാണ് ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു പ്രൈമറി ബ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് എസ്തെറ്റിസം മൂവ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ സജസ്റ്റ് ചെയ്യുന്നുള്ളത് ആർട്ട് പറയുന്നത് വാല്യൂ ചെയ്യുന്നുള്ളത് ബ്യൂട്ടിക്ക് മാത്രമാണ്. അല്ലാതെ ഒരു മോറൽ ലെസൺസ് ടീച്ച് ചെയ്യാനോ അല്ലെങ്കിൽ സോഷ്യൽ കമൻറ്ററി കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഈ ഒരു ആർട്ട് എന്നുള്ളത്. പകരം ബ്യൂട്ടി മാത്രമാണ് വാല്യൂ ചെയ്യുന്നുള്ളത്. ഈ ഒരു മോറൽ ലെസൺസ് ടീച്ച് ചെയ്യാനുള്ള അബിലിറ്റിയോ അല്ലെങ്കിൽ സോഷ്യൽ കമൻറ്ററി കൺവേ ചെയ്യാനുള്ളതോ അല്ല ആർട്ട്. പകരം ബ്യൂട്ടിയാണ് വാല്യൂ ചെയ്യുന്നുള്ളത് ആർട്ടിൽ എന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു പ്രൈസിൻ്റെ ആ ഒരു മെയിൻ കൺസെപ്റ്റ് എന്നുള്ളത് സ്ട്രോങ് ഇമോഷണൽ റെസ്പോൺസിലൂടെ റീഡറിന് ഉണർത്താൻ വേണ്ടിയിട്ട് ഫിഗറേറ്റീവ് ലാംഗ്വേജ്, സെൻസറി ലാംഗ്വേജ്, അതുപോലെ തന്നെ വിവിഡ് ഇമാജറിയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എസ്തെറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നെറേറ്റീവ് ആർക്ക്, റിതം സ്കീം, അതുപോലെ തന്നെ റിതമൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളത്. പിന്നെ പറയുന്നുള്ള കാര്യം എന്നുള്ളത് എക്സാമ്പിൾ ഓഫ് ആൻ എസ്തെറ്റിക് അപ്രോച്ച് ഇൻ ലിറ്റററി ക്രിറ്റിസിസം. വില്യം ബ്ലെയ്ക്കിൻ്റെ പോയത്തിൽ സിംബലൈസ് ചെയ്യുന്ന ഇമാജറി, ഇവോക്കേറ്റീവ് ഇമാജറിയാണ് ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നുള്ളത്. ഫോക്കസ് ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് ലാംഗ്വേജ് വണ്ടർ ആൻഡ് ബ്യൂട്ടി സെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഏതിനേക്കാളും പൊളിറ്റിക്കൽ ഡിസെക്റ്റിനേക്കാളും വണ്ടർ ആൻഡ് ബ്യൂട്ടി സെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ലാംഗ്വേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു വില്യം ബ്ലെയ്ക്കിൻ്റെ പോയത്തിൽ ഫോക്കസ് ചെയ്യുന്നുള്ളത്. ലിറ്റററി തിയറിയിൽ ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്നുള്ളത് അനാലിസിസ് ഓഫ് ലിറ്ററേച്ചറാണ്. പ്രിൻസിപ്പിൾസിനെയും ഐഡിയാസിനെയും ബേസ്ഡ് ചെയ്തിട്ടുള്ള അനാലിസിസ് ഓഫ് ലിറ്ററേച്ചറാണ്. ഈ ഒരു പ്രിൻസിപ്പിൾസും ഐഡിയാസും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? ആൻഷ്യൻ്റ് ഗ്രീക്ക് ആൻഡ് റോമൻ തിങ്കേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഐഡിയാസ്, പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ലിറ്ററേച്ചറിൻ്റെ അനാലിസിസിനെയാണ് ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇത് പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത് കൺസെപ്റ്റിലേക്ക് ഇമിറ്റേഷനാണ്. അതുപോലെ തന്നെ പെർസ്യൂട്ട് ഓഫ് ബ്യൂട്ടി ആൻഡ് ട്രൂത്ത് വിത്തിൻ എ വർക്ക്. അതുപോലെ തന്നെ ഫോംസും സ്ട്രക്ചേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അദറൻസ് പാലിക്കുന്നുണ്ട്. വിത്ത് കീ ഫിഗേഴ്സ് ലൈക്ക്, ആരൊക്കെയാണ് കീ ഫിഗേഴ്സ് എന്നുള്ളത് ഈ ഒരു ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ? പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ ആൻഡ് ഹൊറാസ് ബീങ് സെൻട്രൽ ടു ദിസ് അപ്രോച്ച്. ഈ ഒരു അപ്രോച്ചിൻ്റെ സെൻട്രൽ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത് പ്ലാറ്റോവും അരിസ്റ്റോട്ടിലും അതുപോലെ തന്നെ ഹൊറാസും ആണ്. ഇനി ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ കീ പോയിൻറ്റ്സ് എന്നുള്ളത്, റൂട്ട്സ് ഓഫ് ക്ലാസിക്കൽ ക്രിറ്റിസിസം ലൈ ഇൻ ആൻഷ്യൻ ഗ്രീസ് were philosophers like Plato and Aristotle first theorized about the
നാച്ചർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ടാണ് ഫസ്റ്റായിട്ട് പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ എന്ന ഫിലോസഫേഴ്സ് എന്ത് ചെയ്യുന്നുള്ളത്, തിയറൈസ്ഡ് ചെയ്യുന്നത്. മിമിസിസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, പ്രൈമറിലി പ്രൈമറിലി ഫോക്കസ് ആയിട്ടുള്ള കൺസെപ്റ്റായ മിമിസിസ് എന്നുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ആർട്ട് എപ്പോഴും എന്തായിരിക്കും, ലൈഫിനെ ഇമിറ്റേറ്റ് ചെയ്യുമെന്നാണ് ഈ ഒരു ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ ഒരു ഐഡിയ എന്നുള്ളത് മിമിസിസ് കൊണ്ട്. അതുപോലെ തന്നെ മീനിങ് വർക്ക് ഷുഡ് അക്യുറേറ്റ്ലി റിഫ്ലക്റ്റ് ദ വേൾഡ് അറൗണ്ട് ഇറ്റ്. നമുക്ക് ചുറ്റുമുള്ള വേർഡിൽ എന്ത് ചെയ്യും, ആക്യുറേറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യും ഇതിൻ്റെ ഈ ഒരു വർക്കിൻ്റെ മീനിങ് എന്നുള്ളത്. ഫോം ആൻഡ് സ്ട്രക്ചറിന് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നുള്ളത്. ക്ലാസിക്കൽ ക്രിറ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രക്ചേർഡ് വർക്ക്, ക്ലിയർ ബിഗിനിങ്ങും മിഡിലും എൻഡൊക്കെയുള്ള സ്ട്രക്ചേർഡ് വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനെ എംബസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ പ്രോപ്പറായിട്ടുള്ള ലിറ്റററി ഡിവൈസസും യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ലിറ്ററേച്ചറിൽ മോറൽ ലെസൺസ് ടീച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ട് ഗുഡ് ക്യാരക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. ഇതിനൊരു ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിന് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് ആണ്. ഈ ഒരു പോയറ്റിക്സിൽ ഇൻഫ്ലുവൻഷ്യൽ ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്നുള്ളത് എലമെൻറ്റ്സ് ഓഫ് ട്രാജഡിയുടെ എലമെൻസും അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് പ്ലോട്ട്, ക്യാരക്ടർ ആൻഡ് കാതർസിസ്, പ്രൊവൈഡിങ് എ ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമാറ്റിക് വർക്ക്സ് ത്രൂ എ ക്ലാസിക്കൽ ലെൻസ്. ലിറ്റററി തിയറിയിൽ കൾച്ചറൽ ഇമ്പീരിയലിസം എന്നുള്ളത് ദ ഫിനോമിൻ വേർ എ ഡോമിനൻ്റ് കൾച്ചർ, ഒരു പ്രതിഭാസമാണ്, ഒരു ആധിപത്യമുള്ള സംസ്കാരം എന്നുള്ളത് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പവർഫുൾ നാഷനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസും പ്രാക്ടീസസും കൾച്ചറൽ നോംസൊക്കെ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതിലേക്കാണ് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസസും കൾച്ചറൽ നോംസും വാല്യൂസും ഇമ്പോസ് ചെയ്യുന്നുള്ളത്, പവർഫുൾ നാഷൻ ഒരു ലെസ് പവർഫുൾ കൾച്ചറിലേക്കാണ് ഈ ഒരു പവർഫുൾ നാഷൻ ഇതൊക്കെ ഇമ്പോസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ എഫക്റ്റീവ്ലി മാർജിനലൈസിങ് ദ നെയ്റ്റീവ് കൾച്ചർ ത്രോ ലിറ്ററേച്ചറിലൂടെയും മീഡിയയിലൂടെയൊക്കെയാണ് ഈ ഒരു നേറ്റീവ് കൾച്ചർ മാർജിനലൈസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ബൈ പ്രൊഡക്റ്റ് ഓഫ് കൊളോണിയൽ പവർ ഡൈനാമിക്സ് ഓർ ഗ്ലോബലൈസ്ഡ് മീഡിയ ഇൻഫ്ലുവൻസ്, പലപ്പോഴും ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നുള്ളത്. അതുപോലെ തന്നെ ഡോമിനൻ്റ് കൾച്ചർ ഇമ്പോസിഷൻ എന്ന് പറയുന്നുള്ളത് ഒരു പവർഫുൾ കൾച്ചർ ആക്റ്റീവ്ലി അതിൻ്റെ ബിലീഫ്സ് ആയിക്കോട്ടെ, കസ്റ്റംസ് ആയിക്കോട്ടെ, മറ്റൊന്നിലേക്ക് പുഷസ് ചെയ്യാണ്. ഏതിലൊക്കെ കൂടിയിട്ട് ലിറ്ററേച്ചറിലൂടെ, ഫിലിമിലൂടെ, മീഡിയയിലൂടെ അവരെ സുപ്പീരിയറായിട്ട് പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സുപ്പീരിയറായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ലിറ്ററേച്ചറിലൂടെയും ഫിലിമിലൂടെയും മീഡിയയിലൂടെയൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് ഒരു കൾച്ചറിലേക്ക്, മറ്റൊരു നാഷനിലേക്ക് അവരുടെ കസ്റ്റംസും ബിലീഫ്സും ഒക്കെ അവർ പുഷസ് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ്ലി പുഷസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള കൾച്ചർ. ഇനി ഹിസ്റ്റോറിക്കലി കൾച്ചറൽ ഇമ്പീരിയലിസം ഏതുമായിട്ട് ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്, കൊളോണിയലിസമായിട്ട് ഹിസ്റ്റോറിക്കലി കൾച്ചറൽ ഇമ്പീരിയലിസം ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. കൊളോണൈസിങ് പവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൊളോണൈസ്ഡ് നാഷൻസിൽ അവരുടെ കൾച്ചർ ഇമ്പോസ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളത്. കൾച്ചറൽ ഇമ്പീരിയലിസം പലപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നുള്ളത് ഗ്ലോബൽ സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ മീഡിയയും അതുപോലെ തന്നെ കൾച്ചറൽ പ്രൊഡക്ട്സുമായിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത്, പലപ്പോഴും അസോസിയേറ്റഡ് ചെയ്യുന്നുള്ളത്. ലിറ്റററി ക്രിറ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൊളോണൈസ്ഡ് കൾച്ചറിലൂടെ കൾച്ചറൽ ഇമ്പീരിയലിസം എങ്ങനെയാണ് ശാശ്വതമാക്കുന്നത് എന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. ലിറ്ററേച്ചറിൽ കൾച്ചറൽ ഇമ്പീരിയലിസത്തിന് എക്സാമ്പിൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു നോവൽ, കൊളനൈസർ കൺട്രിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നോവൽ പ്രൈമറിലി പോർട്രേ ചെയ്യുന്നുള്ളത്, ചിത്രീകരിക്കുന്നുള്ളത് പെർസ്പെക്റ്റീവ് ഓഫ് ദ കൊളനൈസേഴ്സ്, ആ ഒരു കൊളനൈസേഴ്സിൻ്റെ കാഴ്ചപ്പാടുകളായിരിക്കും ചിത്രീകരിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഡിജീനിയസ് പോപ്പുലേഷൻ്റെ പെർസ്പെക്റ്റീവും അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ ആയിരിക്കും ഓവർലുക്ക് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഒരു സ്റ്റോറിയിലെ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നുള്ളത് കൊളനൈസർ നാഷനിൽ നിന്നായിരിക്കും. ആ ഒരു കൊളനൈസർ നാഷനിൽ നിന്നുള്ള പ്രൊട്ടഗോണിസ്റ്റ് പറയുന്നത് ആ ഒരു ഡോമിനൻ്റ് കൾച്ചറിനെ പറ്റിയിട്ടായിരിക്കും അധികവും എന്ത് ചെയ്യുന്നുള്ളത്, അതിനെ പറ്റിയിട്ട് തന്നെയായിരിക്കും കൂടുതലും നന്നാക്കി പറയാനായിരിക്കും പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നത്. സോ ഈ ഒരു കൾച്ചറൽ ഇമ്പീരിയലിസത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഇനി നമുക്ക് യൂറോ സെൻട്രിസം എന്താണെന്ന്, ലിറ്റററി തിയറിയിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. യൂറോ സെൻട്രിസം എന്ന് പറഞ്ഞാൽ
ടു വ്യൂ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ നെറേറ്റീവ്സ് പ്രൈമർലി ത്രൂ എ യൂറോപ്യൻ ലെൻസ്. യൂറോപ്യൻ ലെൻസിലൂടെയുള്ള കൾച്ചറൽ നെറേറ്റീവ്സും ലിറ്ററേച്ചറുമാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഈ യൂറോപ്യൻ വാല്യൂസും എക്സ്പീരിയൻസസും ഒക്കെ ആസ് എ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ബൈ മാർജിനലൈസിങ് അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ പേഴ്സ്പെക്റ്റീവ്സും ലിറ്റററി ട്രഡീഷൻസിനെയും മിസ്റിപ്രസെൻറ്റ് ചെയ്യുകയാണ് ഈ ഒരു യൂറോസെൻട്രിസം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മീനിങ് ഇറ്റ് മീൻസ് പ്ലേസിങ് യൂറോപ്പ് അറ്റ് ദ സെൻറ്റർ ഓഫ് ലിറ്റററി അനാലിസിസ് ആൻഡ് കൺസിഡറിങ് മറ്റ് കൾച്ചേഴ്സൊക്കെ മറ്റ് കൺട്രീസിൻ്റെ കൾച്ചേഴ്സൊക്കെ എന്താണ് സെക്കൻഡറി, നോൺ യൂറോപ്യൻ പെർസ്പെക്റ്റീവൊക്കെ സെക്കൻഡറിയും അതുപോലെ തന്നെ യൂറോപ്പ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ലിറ്റററി അനാലിസിസ് എന്നാണ് ഇതിൻ്റെ ഈ ഒരു യൂറോസെൻട്രിസത്തിൻ്റെ മീനിങ് എന്നുള്ളത്. ഇനി ഡോമിനൻ്റ് പെർസ്പെക്റ്റീവ് യൂറോസെൻട്രിസം എന്ന് പറയുന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുള്ള പ്രകടമാകുന്നുള്ളത് യൂറോപ്യൻ ഓതേഴ്സിനും അതുപോലെ തന്നെ ലിറ്റററി മൂവ്മെൻറ്റ്സിനും പ്രിയോറിറ്റി കൊടുക്കുകയാണ്, മുൻഗണന കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ഏതിനെയാണ്, മറ്റ് നോൺ യൂറോപ്യൻ ലിറ്ററേച്ചറിൻ്റെ റിച്ച്നെസ്സിനെയും കോംപ്ലക്സിറ്റീനെയും ഒക്കെ നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഒരു യൂറോസെൻട്രിസം പറയുന്നുള്ളത്. പിന്നെ ഈ ഒരു കൺസെപ്റ്റ് ഡീപ്ലി ലിങ്ക്ഡ് ടു ദ ഹിസ്റ്റോറിക്കൽ പവർ ഡൈനാമിക്സ് ഓഫ് കൊളോണിയലിസം. ഇവിടെ യൂറോപ്യൻ കൾച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് കൊളോണിയൈസർ സൊസൈറ്റീനേക്കാളും സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് ഡീപ്ലി ലിങ്ക്ഡ് ടു ദ ഹിസ്റ്റോറിക്കൽ പവർ ഡൈനാമിക്സ് ഓഫ് കൊളോണിയലിസം. ഇനി ഓറിയൻ്റലിസം എന്ന് പറയുന്നുള്ളത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സ്പെസിഫിക്കലി റെഫേഴ്സ് ടു ദ വെസ്റ്റേൺ കൾച്ചേഴ്സ് എന്തിനാണ് സ്റ്റീരിയോ ടൈപ്പും അതുപോലെ തന്നെ മറ്റ് മിഡിൽ ഈസ്റ്റേൺ അതുപോലെ തന്നെ ഏഷ്യൻ സൊസൈറ്റീസിനെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഏതിനെ യൂറോസെൻട്രിക് വ്യൂസിനെയാണ് ശക്തിപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നുള്ളത്. ക്രിറ്റിസിസം ഓഫ് യൂറോസെൻട്രിസം ഇൻ ലിറ്റററി സ്റ്റഡീസ്. ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഒരു യൂറോസെൻട്രിസത്തിനുള്ളത്. അധികവും ഫോക്കസ് ചെയ്യുന്നുള്ളത് യൂറോപ്യൻ ലിറ്ററേച്ചറിനെയാണ്. ഇത് കാരണം ഒരു നാരോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് ഡിവേഴ്സ് കൾച്ചറൽ നെറേറ്റീവ്സാണ് ഉണ്ടാകുന്നത്. ഈ ഒരു യൂറോപ്യൻ ലിറ്ററേച്ചറിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കാരണം ഹ്യൂമൻ എക്സ്പീരിയൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഒരു ഇടുങ്ങിയതുപോലെയാണ്. അതുപോലെ തന്നെ ഡിവേഴ്സ് കൾച്ചറൽ നെറേറ്റീവ്സൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൽ നാരോ ആയിട്ടാണ് ഈ ഒരു യൂറോപ്യൻ ലിറ്ററേച്ചറിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കാരണമാകുന്നത്. പവർ ഇംബാലൻസ് ഇറ്റ് ക്യാൻ പെർപച്വേറ്റ് പവർ ഇംബാലൻസസ് ശാശ്വതമാക്കുന്നുണ്ട്. കാരണം അൺഡ്യൂ വെയിറ്റ് ടു യൂറോപ്യൻ പെർസ്പെക്റ്റീവ്സ് അതുപോലെ തന്നെ നോൺ യൂറോപ്യൻ വോയിസസിന് ഡിവാല്യൂ ചെയ്യുന്നതും യൂറോപ്യൻ പെർസ്പെക്റ്റീവ്സിന് വെയിറ്റ് കൊടുക്കുന്നത് കാരണമായിട്ട് പവർ ഇംബാലൻസസ് ശാശ്വതമാവുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു യൂറോസെൻട്രിസം ലിറ്റററി അനാലിസിസത്തിൽ യൂറോസെൻട്രിസം വെല്ലുവിളിയാകുന്നത് എന്ന് വെച്ചാൽ വൈഡ് റേഞ്ച് ഓഫ് ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് ഒരുപാട് വർക്ക്സുമായിട്ട് ഇൻറ്റൻഷനലി ഉള്ളത് കാരണമായിട്ട് ഈ ഒരു ലിറ്റററി അനാലിസിസിൽ യൂറോസെൻട്രിസത്തിന് ഒരു വെല്ലുവിളിയാകുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുള്ളത് പൊട്ടൻഷ്യൽ യൂറോസെൻട്രിക് ഇൻ്റർപ്രിട്ടേഷൻസ് കോൺഷ്യസ് അവയർനെസ് ആയത് കാരണം ഈ ഒരു ലിറ്ററേച്ചറിൽ അനാലിസിസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ പറയുന്നുള്ള മറ്റൊരു കാര്യം എന്നുള്ളത് യൂറോസെൻട്രിക് അസെപ്ഷൻസും അതുപോലെ തന്നെ മറ്റ് നോൺ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിന് മുൻഗണന കൊടുക്കുന്നതും കാരണമായിട്ട് ഇതൊരു വെല്ലുവിളിയാകുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളത്. ഇനി ലിബറൽ ഹ്യൂമാനിസം. ലിറ്റററി തിയറിയിൽ ലിബറൽ ഹ്യൂമാനിസം എന്താണെന്ന് നോക്കാം. ലിബറൽ ഹ്യൂമാനിസം എംബസൈസ് ചെയ്യുന്നുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ നാച്ചറിനെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ട്രൂത്തും അതുപോലെ തന്നെ ദ എബിലിറ്റി ഓഫ് ലിറ്ററേച്ചർ ടു ട്രാൻസെൻഡ് ടൈം സമയത്തെ മറികടക്കാൻ പറ്റുന്ന ആ ഒരു ലിറ്ററേച്ചറിൻ്റെ കഴിവിനെയും ഇതിനൊക്കെയാണ് ഈ ഒരു ലിബറൽ ഹ്യൂമാനിസം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത്. ഇറ്റ് ഡെവലപ്ഡ് ഇൻ ദ 19th സെഞ്ചുറിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. ഇനി കീ പ്രിൻസിപ്പിൾസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ നാച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സെയിം പാഷൻസ് ഇമോഷൻസ് എല്ലാം ഹിസ്റ്ററിയിലൂടെ നമുക്ക് കാണാൻ പറ്റും മനുഷ്യന്മാരുടേത്. അതുപോലെ തന്നെ ടൈംലെസ്നെസ് ആണ്. നല്ലൊരു ലിറ്ററേച്ചർ ടൈംലെസ്സും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രുത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. യൂണിവേഴ്സലായിട്ടുള്ള സത്യങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യാനും പറ്റുന്നതാണ് നല്ലൊരു ലിറ്ററേച്ചറിന്. ഇനി സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. ലിറ്ററേച്ചർ ഈസ് സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ റിലേ ചെയ്യുന്നില്ല, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
ലിറ്ററേച്ചറിൻ്റെ ബ്യൂട്ടി കംസ് ഫ്രം ദ ഫോം ആൻഡ് കണ്ടൻറ് വർക്കിംഗ് ടുഗദർ ടു പ്രൊഡ്യൂസ് മീനിങ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുള്ള ആ ഒരു കണ്ടൻറ്റിൽ നിന്നും ഫോമിൽ നിന്നാണ് ലിറ്ററേച്ചറിൻ്റെ സൗന്ദര്യം വരുന്നുള്ളത്. അതുപോലെ തന്നെ ലിറ്ററേച്ചറിൻ്റെ സിൻസിയറിറ്റി പറയുന്നുള്ളത് ഒരു ഗുഡ് ലിറ്ററേച്ചർ എന്ത് ചെയ്യും, എപ്പോഴും ക്ലീഷെ അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ ട്രുത്ത് ഡയറക്റ്റ്ലി പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും നല്ലൊരു ലിറ്ററേച്ചർ. പിന്നെ ഗുഡ് ലിറ്ററേച്ചർ എന്ത് ചെയ്യും, ഷോസ് റാദർ ദാൻ ടെൽസ്, പറയുന്നതിനേക്കാൾ കൂടുതൽ ഷോ ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. ലിബറൽ ഹ്യൂമനിസം എൻകറേജ് ചെയ്യുന്നുള്ളത് ജനങ്ങളെ ടു തിങ്ക് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനും ഡിസ്ഇൻട്രസ്റ്റഡ്ലി തിങ്ക് ചെയ്യാനാണ് ലിബറൽ ഹ്യൂമനിസം എൻകറേജ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് വാല്യൂസ് ഹാർമണി, ബാലൻസ്, മോഡറേഷൻ, ഇതിനൊക്കെ വാല്യൂ കൊടുക്കുന്നുണ്ട്. സെൽഫ് കൺട്രോളിനും കമ്പാഷനും ഇതിനൊക്കെ വാല്യൂ ചെയ്യുന്നുണ്ട് ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് എൻകറേജ് ചെയ്യുന്നുള്ളത്, ഇത് പ്രോത്സാഹിപ്പിക്കുന്നുള്ളത് പീപ്പിൾ ടു ലീഡ് എ ഹാർമണീസ് ആൻഡ് റെസ്പോൺസിബിൾ ലൈഫ്, ഹാർമണി ആയിട്ടുള്ള അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് എൻകറേജസ്, ഇത് പ്രോത്സാഹിപ്പിക്കുന്നുള്ളത് പീപ്പിൾ ടു സീക്ക് എ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ അന്വേഷിക്കാൻ വേണ്ടി പീപ്പിളിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയുള്ളതാണ്, ഗ്യാരണ്ടീസ് ഫ്രീഡം ഓഫ് ചോയ്സ് ഗ്യാരണ്ടി ചെയ്യുന്നുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിളിനെ എൻകറേജ് ചെയ്യുന്നുണ്ട് ആര്, ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്നുള്ളത്. ലിബറൽ ഹ്യൂമനിസം അറ്റാക്ക് ചെയ്യപ്പെടുന്നത് തിയറീസ് ആയിട്ടുള്ള മാർക്സിസവും ഫെമിനിസവും. 1960 ഉണ്ടായിട്ടുള്ള ഫെമിനിസവും മാർക്സിസവും കാരണം, ഈ രണ്ട് തിയറീസ് കാരണമാണ് ലിബറൽ ഹ്യൂമനിസം അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ എല്ലാ ടോപ്പിക്സും മൊഡ്യൂൾ 2 ഒരു 5 ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് ഏത് ടോപ്പിക്സാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും താങ്ക് യു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സന്തോഷമായിരിക്കും. സോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇത് എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും.